ഹലോ ഗൈസ്, എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് തോന്നുന്നുണ്ട് 7 ദിവസമൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് മാറി ഒറ്റക്ക് പോകണം. അപ്പൊ നീ വിചാരിക്കും ഇതെന്താ സോളോ ട്രിപ്പാണോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നു മുതൽ നമ്മൾ NIC ക്യാമ്പോടെ തുടങ്ങണം, നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ്. ഫെബ്രുവരി 17 സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെബ്രുവരി 23 അത് കഴിയും. ഇനിയിപ്പോ അവർക്ക് അതുവരെ എന്റെ ശല്യം ഇല്ലാണ്ട് നിൽക്കാലോ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി, അതിനോട് അനു പറപ്പിച്ചാ വിടുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ അവിടെ കിടന്നിട്ട് സ്വലാത്തില്ല. അങ്ങനെ പിന്നെ അവിടെ തിമ്മനോട് ഓരോടൊക്കെ ബായ് പറഞ്ഞതിന് ശേഷം ഞാൻ പോവാ. എല്ലാരും ഞാൻ പോണേന്റെ സങ്കടത്തില്ല. പാവാണ് അനുക്കെ കരയാനായി. അവിടെ ഓരൊക്കെ എത്തിയെന്ന് പറഞ്ഞ് വേറെ കോളേജിലുള്ളവർ അപ്പൊ ഇനി ഓരോടത്തേക്ക് പോവാണ്. ഞാൻ പോണോണ്ട് എന്റെ ബാഗൊക്കെ പിടിക്കാൻ ആളുണ്ട്. അങ്ങനെ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാരും നമ്മൾ കണ്ടുപിടിച്ചു. ട്രെയിൻ നമ്മള് 10:30 ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ 1/2 മണിക്കൂർ ലേറ്റ് ആണ്. ബാഗിന്റെ വെയിറ്റ് കണ്ടാ തോന്നുന്നു ഞാനൊക്കെ ഒരു മാസത്തേക്ക് വീട് വിട്ട് ഇറങ്ങിയതാണ്. ഞാൻ 14-15 കൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിനാന്നുള്ളതൊന്നും എനിക്കറിയാം. എന്തായാലും ട്രെയിൻ ലേറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഓരെന്നെ ഇവിടെ ഏൽപ്പിച്ച് ഓര് പോയി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് പോവാനുള്ള ട്രെയിൻ വന്ന്. അതാണെങ്കിലോ ജനറലി ആ ട്രെയിനിൽ തിരക്കാണ്ടിട്ട് നമ്മളെല്ലാരും കിളി പോയിക്കാണ്. അങ്ങനെ തന്നെ നമ്മൾ ആ ട്രെയിനിൽ കയറി കിട്ടിയ സ്ഥലത്ത് നിന്ന് പോവല്ലാണ്ട് വേറെ വഴിയില്ല. ചെക്കന്മാർക്കൊക്കെ നിൽക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല, നിന്ന് ഗെയിം കളിക്കുന്നു. അങ്ങനെ പിന്നെ കൊറേ മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ KSRTC സ്റ്റാൻഡിലെത്തി. അതിന്റെ ഇടയിൽ നമ്മളൊരു ഉറക്കൊക്കെ ഇറങ്ങി എണീറ്റതിന് ശേഷം രാവിലെ നമ്മളാരും പല ജില്ലയിലും തിന്നാനുള്ളത് വേണം. അവിടെ ആ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വ്യൂ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല. ഫൈനലി 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അങ്ങനെ മറൈൻ കോളേജിൽ ശരിക്കും പറഞ്ഞാൽ 1.5 കോളേജ്. അങ്ങനെ പിന്നെ അവിടെ ഉള്ളവരെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം കാണിച്ചു. റൂമിലേക്ക് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാനും വേണ്ടിട്ട് പോവാ. പിന്നെ നമ്മള് രജിസ്ട്രേഷന് പോയി. ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഈവനിങ് ആണ്. അങ്ങനെ പിന്നെ അവിടുന്ന് രജിസ്റ്റർ ചെയ്ത് നമുക്ക് ID കാർഡൊക്കെ കിട്ടി. ഇനി അത് കഴുത്തിലിട്ട് ഇങ്ങനെ നടക്കാം. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നേരെ ഓഡിറ്റോറിയത്തിൽ പോയി. ഇനി അവിടെ ഇരുന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. നമ്മൾ പോയപ്പോഴുള്ള സെഷൻ ആയിരുന്നു. ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മള് തീരെ ബോറടിച്ചില്ല. മൂപ്പര് ഫുൾ വൈബ് തന്നെ. ഞങ്ങളൊന്ന് ഓഫ് ആവേണ്ട തോന്നിക്കഴിഞ്ഞാൽ ഈ സോങ് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കും. പിന്നെ ഒപ്പൻ സാറ് നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നതിന് ശേഷം നേരെ ലഞ്ചിനുള്ള ടൈമായി. ചുറ്റി പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മള് നേരെ മെസ്സിലേക്ക് പോവാം. ലൈന് പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ, ശീലയല്ലോ. നല്ല ചോറും നല്ല മീൻകറി ആയിരുന്നു. ഇനി അത് തിന്നിട്ട് കാണാം. നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ പോകുമ്പോ ഇവര് നല്ല വരുന്നിട്ട് വർത്താൻ നമ്മള് ഫേക്ക് ഫ്രണ്ട്സ് ആണ്. പിന്നെ വീണ്ടും ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. അവിടുന്ന് വീണ്ടും ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരാം. പിന്നെ ഫുള്ള് വേറെ കോളേജിലുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാം, എന്ത് പ്രോഗ്രാം വന്നാലും അവിടെ ഇരുന്നുറങ്ങാൻ വരൊക്കെ. പിന്നെ നമ്മളെല്ലാരും ട്രഡീഷണൽ ആയിട്ട് മാറ്റി ഇനി ഇനാഗ്രേഷന്റെ അവിടേക്ക് പോവാണ്. ഇനി ഒരു ജാതി ഇതിനിങ്ങനെ നടന്ന് നമ്മൾ തിരിഞ്ഞു വരണം. ഇനി ബാക്കിയുള്ളത് ഫുള്ള് ഓഡിറ്റോറിയത്തിനുള്ളിൽ വെച്ചിട്ടാ. എല്ലാരും എത്തി ഓരോന്നായി തുടങ്ങി. ഇവന്റെ ഒക്കെ ഓരോരോ ബുദ്ധി. കണ്ണട വെച്ച് ഉറങ്ങുന്നു വീണത് ഓൻ അറിയണില്ല, അത് വേറെ കാര്യം. അതെല്ലോ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ മെസ്സിക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ. നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഇതൊക്കെ ഉണ്ടായിട്ട് ഓള് ചൂസ് ചെയ്തത് വെച്ച്. അപ്പൊ ഇന്നത്രയുള്ളൂ. അപ്പൊ ഗൈസ്.